Hi dears, this is simply my passion. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള രശ്മി ചിക്കൻ മസാലയാണ്. നല്ല വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. ഇതിൽ ചിക്കൻ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. നമ്മളിത് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആൻഡ് ഫ്ലേവർഫുൾ ചിക്കൻ ആണ്. പിന്നെ ഇതൊരു സ്മോക്കി ഫ്ലേവേർഡ് ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി രശ്മി ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇപ്പൊ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂണ് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എത്രത്തോളം വെക്കുന്ന അത്രയും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും ചിക്കൻ. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് അതിൽ കനൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു കനൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഒരു ചെറിയ പീസ് അത് ഒരു സ്റ്റീൽ ബൗളിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്യുക. ഇനി ആ പുകയൊക്കെ ഒന്ന് പോകുന്നത് വരെ അത് വെക്കാം. ഒരു 20 മിനിറ്റ് വരെ അതങ്ങനെ വെക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പകുതിയുള്ള കാഷ്യൂ നട്ട് ആണെങ്കിൽ 20 എടുക്കുക, ഫുള്ളാണെങ്കിൽ 10 എടുക്കുക. ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് പൊരിയാൻ തുടങ്ങുമല്ലോ, ഒരു ബ്രൗൺ കളർ അടിക്കാൻ തുടങ്ങുന്നത് വരെ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതി, കരിഞ്ഞു പോവാതിരിക്കാൻ നോക്കുക. അതൊന്ന് ബ്രൗൺ ആവാൻ തുടങ്ങുന്നത് വരെ അത് വഴറ്റിയെടുക്കുക. ഇനി അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പൊ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി വേറൊരു പാനിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ആകുമ്പോൾ അതാണ് നല്ലത്. ഇനി അതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കുക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട. ഇനി അത് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അതൊരു 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിന്റെ നീരും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കവറൊന്നും ചെയ്യാതെ തന്നെ ഒരു 10 മിനിറ്റ് വരെ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുക്കണം. ഇടക്കിടക്ക് ആ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഏകദേശം ആ നീരൊക്കെ വറ്റിയിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് അതിലേക്ക് ഗ്രേവി വേണം. അപ്പൊ അതിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്രേ വേണ്ടി വരുള്ളൂ. ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ആ ഒരു തിക്നെസ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ട് ഈ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ട് ഇത്രയും വെള്ളം മതിയാവും. ഇനി അത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുക്കുക. ഇനി ഫൈനലായിട്ട് നമുക്ക് അതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഒന്ന് ജസ്റ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ അതൊന്ന് കുക്ക് ചെയ്യുക. ഈ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇതാ നമ്മുടെ രശ്മി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, വെറൈറ്റി കറിയാണ്. ഞാന് റോട്ടി പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ആ ചാർക്കോൾ ഫ്ലേവറും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാലയുടെ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ആ ചിക്കൻ കഴിക്കാൻ തന്നെ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.